കഴിഞ്ഞ ദിവസം നമ്മൾ ന്യൂസിലാൻഡിൽ ഒരു യങ് പാർലമെൻ്ററി മെമ്പർ ഒരു ഹക്ക ഡാൻസ് കാണിച്ചുകൊണ്ട് അവിടെ ഒരു പ്രതിഷേധം അറിയിച്ചത് നമ്മൾ കണ്ടു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്ത് ഈ ഹക്ക ഡാൻസ് ഒന്ന് നോക്കണമല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്നത്തെ വർക്കൗട്ടൊക്കെ കഴിഞ്ഞപ്പം എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യാനും മറ്റൊക്കെ ആയിട്ട് ചെയ്യുമ്പോൾ ഈ ഹക്ക ഡാൻസ് വർക്കൗട്ടിനെ കുറിച്ച് ഒന്ന് ചെയ്തു നോക്കാമെന്ന് വിചാരിച്ചു. സംഭവം സൂപ്പറാണ്, പൊളിയാട്ടോ. വല്ലാണ്ട് പ്രാക്ടീസ് ഒന്നും കിട്ടിയിട്ടില്ല, ഒന്ന് പഠിച്ച് നോക്കുകയാണ്. നമുക്കെല്ലാം പഠിച്ചെടുക്കുക എന്നുള്ളതാണല്ലോ. എന്ത് നമ്മൾ പഠിച്ചെടുക്കുന്ന വീഡിയോസൊക്കെ നമ്മൾ ഷെയർ ചെയ്യുക, മറ്റുള്ളവർക്ക് അത് പ്രചോദനമാവും എന്നുള്ളതുകൊണ്ട് അത്രയേ ഉള്ളൂ. അല്ലാണ്ട് ഇതൊരു പ്രൊഫഷണൽ ഹക്ക ഡാൻസറാണെന്നൊന്നും വിചാരിച്ച് ചെയ്യരുത്. ഇത് ന്യൂസിലാൻഡിലൊക്കെ ഉള്ള പഴയ ട്രഡീഷണൽ ആൾക്കാർ ഫോളോ ചെയ്യുന്നൊരു ഡാൻസ് വർക്കൗട്ടാണ്. ഇന്നലെ ആ ഒരു വനിതാ മെമ്പർ നല്ല ഭംഗിയായിട്ട് നല്ല രീതിയിൽ നമ്മുടെ നാട്ടിലും ഇതുപോലുള്ള ഒരുപാട് പ്രതികരണങ്ങൾ കൊണ്ടുവരികയാണെങ്കിൽ നമ്മൾ രാഷ്ട്രീയ മേഖലയിലൊക്കെ കോമഡി കൊണ്ടുവരാൻ വരും. എനിക്ക് പേഷ്യൻറ്റ് വന്നിട്ടുണ്ട്, ഇത് കഴിഞ്ഞിട്ട് നമുക്ക് തുടങ്ങാം. ഓക്കെ, ഈ ഒരു ഹച്ച വർക്കൗട്ട് ചെയ്യുമ്പം ഹച്ച ചെയ്യുമ്പോൾ നമുക്ക് ചിരിക്കുക കേട്ടോ. മറ്റൊരാൾക്ക് ഒരു കളിയാക്കി പരിഹസിച്ചൊക്കെ ചെയ്യുന്ന രീതിയിൽ നമുക്കത് ചെയ്യാം. നമുക്ക് മനസ്സിലായല്ലോ. അപ്പോൾ ആ ഒരു MP ആ രീതിയിലാണല്ലോ അത് കാണിക്കുന്നത്. നമ്മളെ രാഷ്ട്രീയ മേഖലയിലൊക്കെ നമുക്ക് പ്രതികരിക്കണമെങ്കിൽ ഈ രീതിയിലുള്ളൊരു പ്രതികരണം കൊണ്ടുവരുന്നു കഴിഞ്ഞാൽ വളരെ എൻ്റർടൈനിങ് ആവും. പ്രതികരണത്തിന് ഒരു ഫിറ്റ്നസ്സിൻ്റെ ഭാഷയും വരും. പിന്നെ അതിനൊരു ഹാസ്യാത്മക രീതിയിൽ നമ്മുടെ ഇന്നത്തെ നാട്ടിൽ നമ്മൾ പ്രതിഷേധങ്ങളും പ്രതികരണങ്ങളൊക്കെ അവതരിപ്പിക്കാനും പറ്റും. ആ ഒരു കാര്യം തന്നെയാണ് ഇതിൻ്റെ ഒരു ഫിലോസഫി എന്ന് പറയുന്നത്. ഇപ്പോൾ ഇതിൽ നമ്മൾ ചെയ്യുന്നൊരു വർക്കൗട്ടാണ് കമാറ്റേ വർക്കൗട്ട്. ഇപ്പോൾ നിങ്ങൾ ആരെങ്കിലും പരിഹസിക്കുകയാണ്, അല്ലെങ്കിൽ നിങ്ങൾക്കൊരാളോട് ശത്രുത ഉണ്ട്, അവരൊക്കെ ഉള്ള സമയത്ത് ഈ കമാറ്റേ വർക്കൗട്ട് ചെയ്തിട്ട് ഇതെല്ലാം മൊത്തം സണ്ണെടുത്ത് നിങ്ങൾ മേക്ക് എടുത്തിടാൻ പോവുകയാണെന്നുള്ള രീതിയിൽ നമുക്ക് കാര്യങ്ങൾ പ്രസൻറ്റ് ചെയ്യാം. അപ്പോൾ നമുക്കിവിടെ ഇപ്പോൾ രാഷ്ട്രീയ തർക്കങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു രീതിയിൽ നമ്മൾ അവതരിപ്പിക്കുകയാണെങ്കിൽ നമുക്ക് അതുകൊണ്ടുണ്ടാകുന്ന മെൻ്റൽ സ്ട്രെസ് ഉണ്ടാവുകയില്ല, നമുക്കൊരു വർക്കൗട്ട് കിട്ടുകയും ചെയ്യും. ഇതിൽ ആദ്യത്തേത് കമാറ്റേ ആണ്. ഓക്കെ, കമാറ്റേ കമാറ്റേ കൗര കൗര, കമാറ്റേ കമാറ്റേ കൗര കൗര. ഓക്കെ, കമാറ്റേ കമാറ്റേ കൗര കൗര. നമുക്ക് കുറച്ച് ലാഫ്റ്റർ മിക്സ് ചെയ്യാം അതിലേക്ക്. കമാറ്റേ കൗര കൗര, കമാറ്റേ കമാറ്റേ കൗര കൗര, അവരെന്തൊക്കെ പറയുന്നത് എനിക്ക് കൂടെ മനസ്സിലാകാട്ടോ. നമുക്ക് പഠിച്ച് അടുത്തത് ഇങ്ങനെ കൈ വെക്കാരോട് ദേഷ്യമൊക്കെ വരുമ്പോൾ ഓക്കെ. നമുക്കൊരാൾ ദേഷ്യ ശത്രുത കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ഇനി അടുത്ത ഒരു റൈറ്റ് ആയിട്ടിരിക്കുക നമ്മൾ. ഓക്കെ, നല്ല ശ്രദ്ധിച്ചിരിക്കുക. ഓക്കെ, നാന ഇക്കിത്തി മക്കത്തെ ഒരു നാന തെക്കിത്തെ മക്കഫില്ല നാന ഇക്കിത്തി മക്കത്തെ ഞാൻ എല്ലാവരും ഇത് ഒന്ന് പഠിക്കുക വേണം. മാക്കുപ്പാലേ മാലീലേ മാക്കുപ്പാലേ. ശരി, ഓക്കെ. സിന്ദാബാദൊക്കെ വിളിക്കാൻ ഇത് ഉപയോഗിക്കുന്നത് നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ബാക്കി പഠിച്ചിട്ട് കുറച്ചുകൂടി ഞാൻ നിങ്ങൾക്ക് പറയുന്ന വേർഡ്സൊക്കെ പഠിച്ചെടുക്കാറുണ്ട്. ഞാൻ ഇക്കിത്തി മൊക്കത്ത
ആരെങ്കിലും ഇലക്ഷൻ്റെ വോട്ടിങ്ങിന് പ്രചാരണത്തിനൊക്കെ പോകേണ്ടത് ചെയ്തു ഇങ്ങനെ പ്രതിഷേധങ്ങൾക്ക് പോലും ഫിറ്റ്നസിൻ്റെയും ഒരു പുതിയ ഭാവത്തിൻ്റെ രൂപം നമുക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ജയിച്ചത് ഒരുപാട് വെച്ചുകൊണ്ട്